സാർ കേൾക്കണം, സന്തോഷ് പണ്ഡിറ്റ് സിനിമയെ കലയായിട്ടാണ് കണ്ടിരുന്നെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് അവനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. പൈസ വാങ്ങിച്ചിട്ടല്ല, കലയോട് സീരിയസ് ആയിട്ടുള്ളവൻ. ഇവിടെ എത്രയോ പേര് ഇപ്പോൾ അയ്യോ എനിക്ക് അവാർഡ് കിട്ടിയില്ല എന്നൊരു കരയുന്ന സാറ് കണ്ടിട്ടുണ്ടോ? എൻ്റെ സിനിമയാണ് നല്ലത്, എനിക്ക് കിട്ടേണ്ട അവാർഡ് മറ്റോനെ കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നുണ്ട്. സർ, കലയെ സ്നേഹിക്കുന്നവൻ അവൻ്റെ പണി കഴിഞ്ഞു, അവനൊരു കാര്യം ചെയ്യുന്നു, നാട്ടുകാർ ഫ്രീ ആയി കാണിക്കുന്നു. കലയെ സ്നേഹിക്കുന്നവൻ ഒരിക്കലും 6 കോടി 8 കോടി പ്രതിഫലം വാങ്ങില്ല. കലയെ സ്നേഹിക്കുന്നവൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ മുമ്പ് PWD ഉദ്യോഗസ്ഥനാണ്. PWD ഉദ്യോഗസ്ഥനായ സന്തോഷ് പണ്ഡിറ്റിനെ ഇവർ ഈ പരിപാടിക്ക് വിളിക്കില്ല. ഈ പരിപാടി എന്നല്ല, ഏത് പരിപാടിക്കും. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് കൃത്യം ഏത് പരിപാടി, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പരിപാടിക്ക് സന്തോഷ് പണ്ഡിറ്റ് പ്രതിഫലം വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഒരു പരിധിൻ്റെ അങ്ങോട്ടേക്ക് ഞാൻ റിയാക്ട് ചെയ്യാനില്ല, ഒരു കാര്യം അതാണ്. ഇതേപോലെ സന്തോഷ് പണ്ഡിറ്റ് സ്വന്തം വീട് വിറ്റിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. സന്തോഷ് പണ്ഡിറ്റ് ഉള്ള ഗവൺമെൻറ് ജോലി രാജിവെച്ചിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. ഇവർ അത്രയൊന്നും സിനിമയ്ക്ക് സ്നേഹിക്കുന്നില്ല എന്ന് ഞാൻ പ്രൂവ് ചെയ്യണം. ഇവരാരും ജോലി രാജിവെച്ചിട്ടില്ല, ഈ പറയുന്ന മ്യൂക്രിക്കാരാണ്. കാരണം ജോലി ഇല്ല സാർ, ജോലി അല്ല സാർ, എനിക്കൊരു വിരോധമില്ല. ഞാൻ പറഞ്ഞ എൻ്റെ പരിപാടിക്ക് അത് ഇവരുണ്ടാവുന്നേ, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. മലയാള സിനിമയിൽ കല തീരെ കുറവാണ്. എന്നാൽ പിന്നെ എൻ്റെ വീട് വിറ്റ് കുറച്ച് കലയുണ്ടാക്കാമെന്ന് വെച്ചിട്ടല്ല വന്നത്. എനിക്ക് കൃത്യമായിട്ടുള്ള ചാർട്ടിങ് ഉണ്ടായിരുന്നു. സാറിൻ്റെ ഓരോ ചോദ്യത്തിനും ഉത്തരം തരാം. എനിക്ക് കൃത്യമായിട്ടുള്ള ചാർട്ടിങ് ഉണ്ട്. സിനിമ ചെയ്യാൻ വരുമ്പോൾ ഞാൻ മുൻകാലങ്ങളിൽ ആരുടെ അസിസ്റ്റൻ്റായി പോയിട്ടില്ല, ആരും പോയിട്ടില്ല. ഞാൻ ആകെ ചില സിനിമകൾ കാണും. ഇപ്പോൾ സാറിൻ്റെ കീർത്തി ചക്രയൊക്കെ ഫസ്റ്റ് ഡേ കണ്ട വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ അധികം നോക്കുന്നത് ഇപ്പോൾ 4 or 5 ആളുടെ ഒരു സീനൊക്കെ വരുമ്പോൾ ഇവരെങ്ങനെയായിരിക്കും ലൈറ്റിങ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക, ഇവനെങ്ങനെയൊക്കെ മറ്റവൻ്റെ ലൈറ്റ് ഒപ്പിച്ചിട്ടുണ്ടാവുക, ഇത്തരം കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ, സിനിമേൻ്റെ കഥയേക്കാൾ കൂടുതൽ ഞാൻ അത്തരം കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ നോട്ട് ചെയ്തത്. എൻ്റെ ടെക്നിക്കൽ സൈഡ്, കാരണം എനിക്കിതിനെക്കുറിച്ച് ഐഡിയ ഇല്ല. എൻ്റെ ചെറുപ്പം മുതലുള്ളൊരു സ്ലോഗനാണ്, പണ്ഡിറ്റിനെ പോലെ ആരുമില്ല. ഇത് സ്കൂൾ പഠിക്കുന്ന മുന്നിലുള്ള എൻ്റെ ഒരു സ്ലോഗനാണ്. ഞാൻ എന്നെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ഞാൻ പറയുന്നവരാണ്, സന്തോഷ് പണ്ഡിറ്റിനെ പോലെ ആരുമില്ല. ഇതൊരു ഇതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, എനിക്ക് വേണ്ട എന്താണ്, സന്തോഷ് പണ്ഡിറ്റ് വെറൈറ്റി കേട്ടോ, ഇയാളൊരു സംഭവം, ഇയാളൊരു പ്രസ്ഥാനം, ഇയാളെപ്പോലെ മലയാള സിനിമയിൽ ആരുമില്ല. ഇങ്ങനെ പറയിപ്പിക്കണമെങ്കിൽ അച്ഛൻ പറഞ്ഞുകൊണ്ട് ഒരു സെക്കൻഡ് ഹാൻഡ് നടന വയ്ക്കുന്നു, ഞാൻ പൈസ കൊടുക്കുന്നു. ഞാൻ ചോദിക്കും അച്ഛനോട്, അച്ഛോ പൈസയുണ്ടെങ്കിൽ ഏത് പൊട്ടൊരു നിർമ്മാതാവായിക്കൂടെ? ഒരു സംവിധായകനാവാൻ എന്തെങ്കിലും കഴിവാണോ, ഒരു നടനാവാൻ എന്തെങ്കിലും കഴിവാണോ, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ ഒരു കഴിവാണോ, ഒരു ക്യാമറമാൻ കഴിവ് വേണോ, ഒരു നിർമ്മാതാവിന് എന്ത് കഴിവാണ് സാർ വേണ്ടത്? അച്ഛനും അമ്മയെ കൊടുക്കുന്ന കുറച്ച് പൈസ ആയാലും മതി, പ്രത്യേകിച്ച് കഴിവിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എത്രയോ ഒരാളല്ലേ വരുള്ളൂ. എനിക്ക് സന്തോഷ് പണ്ഡിറ്റ് വെറൈറ്റി വേണം, എനിക്ക് ഉദ്ദേശിക്കുന്നത് ഇതാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ 5 lakhs ഒരു പടം ചെയ്യാം. അപ്പോൾ അതിനൊരു ഇതില്ലേ, നിന്നെക്കാട്ട് കഴിവുള്ളവന്മാർക്ക് പറ്റിയിട്ടില്ലടാ, പറ്റുമെന്ന് തോന്നില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് അവിടെ ഇത് കിട്ടിയില്ല. അച്ഛനെ ആ രീതിയിൽ കോൺഫിഡൻസ് ഇല്ല. പിന്നെ പൈസ അല്ല ഇവിടുത്തെ വിഷയം. ഒരു നടനോ അല്ലെങ്കിൽ ഒരു ഗായകനോ മാത്രമേ ജനങ്ങൾ കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യുള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞപ്പോൾ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞാൽ ഇത്രയും സൂപ്പർ ഹിറ്റ് സിനിമ, ആ സിനിമയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഈ കേൾക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് ഫസ്റ്റ് പോവുക ശോഭന മേഡം, ലാലേട്ടൻ, സുരേഷ് ഗോപി സാറ്, ഫാസിൽ സാറ്. അതൊരു സ്ക്രിപ്റ്റ് എഴുതിയ മധുമുട്ടത്തിൻ്റെ പേര് ഇപ്പോൾ എത്ര ആൾ ഓർത്തിട്ടുണ്ടോ?